ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം തീമോത്തിയോസിന് പൗലോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം തന്നെ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. നല്ല ശുദ്ധഹൃദയം ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് അവിടെ നാം വായിക്കുന്നത്. ശുദ്ധഹൃദയം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാവ് കൊണ്ട് നേരിട്ട് പറഞ്ഞതായ ഒരു വചനമാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒരു ശുദ്ധ ഹൃദയം കിട്ടുന്നത് ഭാഗ്യമാണ്. കാരണം അവർ ദൈവത്തെ കാണും. അത് ഈ ലോകത്തിൽ നാം ആയുസ്സോടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, നാം കടന്നു ചെല്ലുമ്പോൾ, നിത്യതയിലെത്തുമ്പോൾ, നിത്യ സ്വർഗതീരത്തെത്തുമ്പോൾ അന്ന് ഇതിൻ്റെ ഫലമായിട്ട് കർത്താവിനെ നേരിട്ട് കാണും. ഇന്ന് നാം കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു. എന്നാൽ കടന്നു ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിനെ നാം യഥാർത്ഥമായി ആയിരിക്കുന്നത് പോലെ അവൻ്റെ തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും. ഹൃദയശുദ്ധിയുള്ളവർക്ക് ഈ മഹാഭാഗ്യം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇനി നാം ചിന്തിക്കുന്നത് ഈ ഹൃദയശുദ്ധിയുള്ള ആ ശുദ്ധ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അല്പാൽപമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു ശുദ്ധ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. ഒന്ന്, അതൊരു നന്ദിയുള്ള ഹൃദയമാണ്. നന്ദിയുള്ള ഹൃദയം. നമുക്ക് വായിക്കാം. 1 ദിനവൃത്താന്തം 17:16. 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ദാവീദ് അവിടെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തോട് പറയുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചതായ അത്ഭുതങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ദാവീദ് ദൈവത്തോട് നന്ദിയോടെ പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. 17:16. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്തെന്നാൽ, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? എന്റെ ഗ്രഹവും എന്തുള്ളൂ? എന്റെ ഗ്രഹവും എന്തുള്ളൂ? ദൈവമേ, ഇതും പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്യുകയും, വരുവാനുള്ള ദീർഘകാലത്തേക്ക് ഭാവിയിലേക്കുള്ള എൻ്റെ ഭവനത്തിൻ്റെ, എൻ്റെ തലമുറകളുടെ ആ ഭാവിയെക്കുറിച്ചും നീ അരുളി ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യന്റെ അവസ്ഥയ്ക്ക് ഒത്തവണ്ണം, ശ്രേഷ്ഠ പദവിയിലുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥയ്ക്ക് ഒത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. സ്വർഗത്തിലെ ദൈവം എന്നെ ആദരിച്ചു എന്നാണ് അവിടെ ദാവീദ് പറയുന്നത്. തികഞ്ഞ നന്ദിയോടെയാണ് ദാവീദ് പറയുന്നത്. ദാവീദിൻ്റെ ആരംഭകാലത്ത്, ദാവീദ് ആട് മേയിച്ചുകൊണ്ട് നടന്ന ആ കാലത്ത് ദാവീദിനെ ദൈവം വിളിച്ച് തിരഞ്ഞെടുത്തതായ സംഭവം ഒരിക്കലും ദാവീദിന് മറക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് പിന്നീട് സങ്കീർത്തനങ്ങളിലെല്ലാം ദാവീദ് കൂടെ പറയും, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്നും നീ എന്നെ വിളിച്ചു വരുത്തി. അന്ന് ആട് മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാവീദിൻ്റെ പിതാവായ ഇശായി ശമൂവേൽ പ്രവാചകൻ്റെ വാക്കനുസരിച്ച് നിൻ്റെ മക്കളിൽ ഒരാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ മക്കളെയും കൂട്ടി യാഗം കഴിക്കാനായിട്ട് വരിക, നിൻ്റെ മക്കളെല്ലാവരെയും കൂട്ടി വരുവാൻ അന്ന് ഇശായിയുടെ അടുക്കൽ ശമൂവേൽ ദീർഘദർശി പറഞ്ഞു. എന്നാൽ അന്ന് ശമൂവേൽ ആ പറഞ്ഞ വചനത്തെ അതിനെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒന്ന് കോട്ടി മാറ്റി ഇശായി തൻ്റെ
കരുത്തും പൊക്കവും നല്ല സൗന്ദര്യവുമുള്ള 7 മക്കളെ വിളിച്ചുകൊണ്ട് വന്നു. 8ാമത്തവനാണ് ദാവീദ്. ദാവീദ് ആട് നോക്കാൻ നടക്കുകയല്ലേ. വന്നു, ഓരോരുത്തരെയായിട്ട് ഇശായി ശമൂവേലിൻ്റെ മുമ്പിലേക്ക് വിട്ടു. മൂത്തവൻ മുതൽ ഇളയവൻ വരെ 7 പേരെയും വിട്ടു. അപ്പോൾ അവിടെ ശമൂവേൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ചല്ലേ പെരുമാറാൻ പറ്റുള്ളൂ. അതാത് സമയത്ത് കൃത്യമായിട്ട് ദൈവം അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശമൂവേലിനോട് ദൈവം കാര്യങ്ങളെല്ലാം അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവാചകനോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇവരെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല, ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. ഉടനെ ഈ ശമൂവേൽ പ്രവാചകൻ, പിന്നെ എന്തായിരിക്കാം? ഉടനെ ഇശായിയോട് ചോദിച്ചു, നിൻ്റെ മക്കളെല്ലാവരും ആയോ? അപ്പോൾ ഇശായി പറഞ്ഞു, ഇല്ല, ഒരുത്തനുണ്ട്, ഉള്ളവരിൽ ഇളയവനുണ്ട്, അവൻ ആട് മേയ്ക്കുകയായിരുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ഈ സംഭവം കാണാം. അപ്പോൾ ആ ശമൂവേൽ ദീർഘദർശി പറഞ്ഞു, അവനെ എത്രയും പെട്ടെന്ന് ആളയച്ച് വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല, ഇവിടെ യാഗം നടക്കുകയില്ല, ദൈവം അവനെയാണ് തിരഞ്ഞെടുത്തത്. ഉടനെ അവനെ കൂട്ടിക്കൊണ്ടുവന്നു. ദാവീദ് വന്നപ്പോൾ, ഇവനാകുന്നു യഹോവയുടെ അഭിഷിക്തൻ. ദൈവം കൽപ്പിച്ചു, ഇവനാണ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ. നീ മനുഷ്യരുടെ മുഖമോ പൊക്കമോ നോക്കരുത്, മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, ദൈവമോ അകമേയുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ അകത്തുള്ളത് എന്തോ അതാണ് ദൈവം നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദാവീദിൻ്റെ ആ ഹൃദയമാണ് ദൈവം കണ്ടത്. ഒരു ശുദ്ധമായ ഹൃദയമുള്ളവൻ, ഒരു നിഷ്കളങ്കമായ ഹൃദയമുള്ളവൻ, ആടിനെ മേയ്ക്കാൻ മാത്രം അറിയാവുന്നവൻ, വലിയ ലോകത്തിൻ്റെ ബുദ്ധിയോ ജ്ഞാനമോ ഒന്നും തേടി പോകാതെ, ലോകമനുഷ്യരുടെ മാനം തേടി പോകാതെ, എന്തിനും അറിയുന്നു സ്വന്തം ഭവനത്തിൽ പോലും തള്ളിക്കളഞ്ഞിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ദാവീദ് ജീവിക്കുന്നത്. പക്ഷേ അവൻ്റെ ഹൃദയം ശുദ്ധമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ശുദ്ധമായൊരു ഹൃദയം. ദാവീദ് ഇപ്പോൾ അതെല്ലാം ഓർക്കുകയാണ്. അതെല്ലാം ഓർത്തുകൊണ്ട് ദാവീദ് പറയുകയാണ്, ദൈവമേ, എന്നെ നീ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്ത്? എന്നെ അഭിഷേകം ചെയ്ത് രാജാവാക്കുവാൻ തക്കവണ്ണം ദൈവമേ, ഈ ലോകത്തുള്ള മാന്യരായ അനേകം മനുഷ്യരെക്കാൾ നീ എന്നെ ശ്രേഷ്ഠനായിട്ട് എന്നെ കരുതിയല്ലോ. ദൈവമേ, നിൻ്റെ ആ വലിയ സ്നേഹം കർത്താവേ, അത് എത്രയോ വലുത്. എൻ്റെ ഈ പിതൃഭവനം പോലും എന്താണുള്ളത്? ഒന്നുമില്ലല്ലോ. ദൈവമേ, നിത്യനായ ദൈവത്തിൻ്റെ ആ കൺമുമ്പിൽ ദൈവമേ, ഞങ്ങൾ എത്രയോ നിസ്സാരർ, അതിൽ നിന്ന് എന്നെ നീ തിരഞ്ഞെടുത്തല്ലോ. നന്ദിയുള്ളൊരു ഹൃദയം. ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ എവിടെ നിന്നാണ് പൊക്കി ദൈവം നമ്മെ കൊണ്ടുവന്നത്? നാം വാസ്തവത്തിൽ നമ്മെ തന്നെ ദൈവസന്നിധി ഒന്ന് വിനയപ്പെടുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആരായിരുന്നു? എൻ്റെ കഴിഞ്ഞ കാലം എന്തായിരുന്നു? എൻ്റെ കുടുംബം എന്തായിരുന്നു? എൻ്റെ പാരമ്പര്യം എന്തായിരുന്നു? എൻ്റെ ആത്മീയം എന്തായിരുന്നു? ഇതെല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. ഞാനിതെല്ലാം ദൈവസന്നിധിയിലിരുന്ന് എൻ്റെ ഹൃദയം പകർന്ന് ദൈവത്തോട് ഞാൻ ചോദിക്കാറുണ്ട്, കർത്താവ്, ഈ ദാവീദ് പറഞ്ഞതുപോലെ എന്നെ നീ എവിടെ നിന്നാണ് ഈ പൊക്കിയെടുത്ത് കൊണ്ടുവന്നത്? ജീവിക്കാൻ മാർഗമില്ല, പട്ടിണി, നിരാശ, മുഖം കുമ്പിട്ട് നടക്കുന്ന ഒരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ്, ഇതെല്ലാമായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ദൈവമേ, പോരല്ലോ പാപം. അങ്ങ് ഒരു പ്രായമായപ്പോഴത്തേക്ക് ഒരു ബാല്യകാലമൊക്കെ കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടന്നപ്പോഴത്തേക്കും പാപം ഇരച്ചു കയറി. പാപത്തിൻ്റെ പ്രവണതകൾ എന്നിൽ ഇരച്ചു കയറി. പ്രകടമായ ഒരുപാട് പാപങ്ങൾക്ക് പോകാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാരണം എൻ്റെ അപ്പൻ ഒരു ആത്മീയനായിരുന്നു. അന്നത്തെ അറിയാവുന്ന ആത്മീയം വെച്ച് അപ്പൻ പള്ളിയും സൺഡേ സ്കൂളും എല്ലാമായിട്ട് നടന്ന് സുവിശേഷ വേലയും എല്ലാമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് അപ്പൻ പള്ളിയിൽ ബദ്ബുഹായിൽ എന്നെ ശുശ്രൂഷയ്ക്ക് കയറ്റാനായിട്ട് അപ്പൻ ഉത്സാഹിച്ചു, എന്നെ അവിടെ ശുശ്രൂഷയ്ക്ക് കയറ്റി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അന്ന് അവൈലബിളായിരിക്കുന്ന, അന്ന് ലഭ്യമായ ആത്മീയ രംഗത്ത് എന്നെ ചേർത്ത് നിർത്തിയതുകൊണ്ട് പുറമേ അങ്ങനെ അഴിഞ്ഞാടി നടക്കാൻ പറ്റുകയില്ലല്ലോ. മദ്യപാനമോ അല്ലെങ്കിൽ തോന്നിവാസമുള്ള ജീവിതമോ ഒന്നും ആയിട്ട് നടക്കാൻ പറ്റുകയില്ലല്ലോ. മറ്റുള്ളവർ കാണുകയില്ലേ, അതുകൊണ്ട് മാത്രം. പക്ഷേ ആ പ്രവണതകൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അശുദ്ധിയുടെ വേരുണ്ടായിരുന്നു, മദ്യപാനത്തോടുള്ള ആസക്തി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. മാത്രമല്ല, കോപം, അടക്കാനാകാത്ത കോപം, എൻ്റെ കുടുംബാന്തരീക്ഷം പലപ്പോഴും തകർത്ത് കളഞ്ഞതായ കോപം, എൻ്റെ അപ്പനും അമ്മയും കരയാനിടയായ കോപം, എൻ്റെ മക്കൾ കരയാനിടയായി, എൻ്റെ ഭാര്യ കരയാനിടയായി.
ദൈവമേ, എന്തെല്ലാം തരത്തിലുള്ള എൻ്റെ പ്രകൃതം, അഹങ്കാരവും നികളവും എല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രകൃതം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവം എന്നെ അങ്ങനെ വിട്ടില്ല എന്ന് ഞാൻ പറയും. ഒരു തക്ക സമയത്ത് എൻ്റെ കർത്താവ് എന്നെ കയറി പിടിച്ചു. അതിന് ഇന്ന് ഞാൻ ചേർന്ന് നിൽക്കുന്നതായ ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിനെ ദൈവം ഉപയോഗിച്ചു. ബഹുമാനപ്പെട്ട യോഹന്നാൻ സാഹിബിൽ കൂടെ സ്വർഗീയ അരുളപ്പാടുകൾ കിട്ടുവാനിടയായി. ദൈവം എന്നെക്കുറിച്ച് എന്ത് കണ്ടിരിക്കുന്നുവെന്ന് കർത്താവ് വെളിപ്പെടുത്തി തന്നു. എന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എൻ്റെ ദൈവം തന്നു. ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നു. എൻ്റെ കർത്താവ് എന്നെ അന്നു മുതലേ വചനം കൊണ്ട് കഴുകാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഹൃദയം തകർന്നുപോയി. ഞാൻ അന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ആ ബലിയും കാൽവരി ക്രൂശിലെ ആ യാഗവും യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പും, ദൈവമേ, ആ തിരുരക്തം, വിലയേറിയവൻ്റെ ആ രക്തം, വിലയേറിയ എൻ്റെ യേശുവിൻ്റെ രക്തം, കർത്താവേ, അതാണല്ലോ എനിക്ക് വേണ്ടി ചിന്തിയത്. ഈ മഹാഭാവിയായി എനിക്ക് വേണ്ടി ചിന്തിയത്. കർത്താവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ എൻ്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്നും ഞാനത് ഏറ്റുപറയുന്ന ആളാണ്. അന്ന് കിട്ടി, ശരിയാണ്. ഇന്നും ഞാനത് ഓർക്കും, ദൈവസന്നിധിയിൽ നിന്ന് ഓർക്കും. കർത്താവെ, നിൻ്റെ തങ്ക തിരുരക്തം ധാരധാരിയായി ഒഴുകിയപ്പോൾ അന്ന് ആ രക്തം എന്നെയും കഴുകാനായിട്ട് ഇന്ന് ഒഴുകി വന്നു. എൻ്റെ തലമേലും ആ രക്തം വീണു. ജീവൻ്റെ വചനം സ്വർഗത്തിൽ നിന്ന് ദൈവം പൊഴിച്ച് തൻ്റെ ദാസനെ കൂടി കേൾപ്പിച്ചപ്പോൾ ആ വചനം എൻ്റെ ശിരസിലേക്ക് തുള്ളി തുള്ളിയായി വീണു. എൻ്റെ പ്രിയപ്പെട്ടവർ, അതെൻ്റെ സിരകളിൽ കൂടി ഒഴുകി. എന്നെ എൻ്റെ ദൈവം ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങി, എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ തുടങ്ങി, എൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി. ആരും പറഞ്ഞിട്ടില്ല, പ്രത്യേകം ഒന്നും ഞാൻ ചെയ്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. ഏതാനും ദിവസം ഞാൻ ദൈവസന്നിധിയിൽ മാറിയിരുന്നു. എന്നെ തന്നെ പരിശോധിച്ചു എന്നുള്ളത് ശരിയാണ്. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പരിശോധിച്ച് എൻ്റെ പാപങ്ങൾ ഓരോന്നോരോന്ന് ഞാൻ 3 ദിവസക്കാലം രാത്രിയും പകലും ദൈവസന്നിധിയിൽ അതെല്ലാം ചെകഞ്ഞെടുത്തുകൊണ്ട് വന്ന് കർത്താവിൻ്റെ ക്രൂശിൻ ചുവട്ടിലേക്ക് ഞാൻ വെച്ചു. എന്നിട്ട്, കർത്താവേ, ഇതെല്ലാം നീ കണ്ടല്ലോ. ദൈവമേ, ഇതെല്ലാമല്ലേ നിൻ്റെ പൊന്നു ശരീരത്തിൽ നീ വഹിച്ചത്. ആ തിരുരക്തം ഒഴിയത് ഇതെല്ലാം ഒന്ന് കഴുകി എന്നെ വെടിപ്പാക്കാനല്ലേ കർത്താവേ, ഇപ്പോൾ ആ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. ഈ പാവമെല്ലാം ഞാൻ കത്തിച്ച് കളയണമേ. ഞാൻ പ്രാർത്ഥിച്ചു, പ്രിയപ്പെട്ടവർ. അങ്ങനെ 3 ദിവസം ഇരുന്നതിന് ശേഷമാണ് അന്ന് ഞാൻ ദേവദാസിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാനിടയായത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരുപാട് വാഗ്ദാനങ്ങൾ എൻ്റെ ദൈവം എനിക്ക് തന്നു. അതെൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭമായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ് എന്നെ അന്ന് പിന്നീട് ഇങ്ങനെ കഴുകാൻ തുടങ്ങി, എന്നെ ശുശ്രൂഷ ഏൽപ്പിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു ദിവസം ഞാൻ വന്ന്, കർത്താവ്, ഒന്നുകൂടെ എന്നെ ഒന്ന് കുളിപ്പിക്കണമേ എന്ന്. ഒന്നുകൂടെ എന്നെ കുളിപ്പിക്കണമേ കർത്താവേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ദൈവം സ്നേഹമല്ലേ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് ഞാൻ സമാധാനത്തോടെ നിൽക്കുകയാണ്. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കളും എല്ലാമായിട്ട് സമാധാനത്തോടെ ഞാൻ ജീവിക്കുകയാണ്. നന്ദിയുണ്ട് പ്രിയപ്പെട്ടവർ, നന്ദിയുണ്ട് എനിക്ക്. ഞാൻ ആരായിരുന്നു, എൻ്റെ കുടുംബം ആരായിരുന്നു, എൻ്റെ മക്കളെല്ലാം ഇന്ന് നല്ല നിലയിൽ വന്നെങ്കിൽ എൻ്റെ ദൈവം മാത്രമാണ് ഉത്തരവാദിത്വം. എൻ്റെ പട്ടിണി മാറി എനിക്ക് ആവശ്യത്തിനധികം എൻ്റെ ദൈവം തന്നെങ്കിൽ അതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ദാനം മാത്രമായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് അടിക്കടി പ്രമോഷൻ തന്ന്, അർഹിക്കാത്ത പ്രമോഷനുകൾ തന്ന് എന്നെ ഉദ്യോഗത്തിൻ്റെ ഉന്നത പദവിയിലേക്ക് കയറ്റി നിർത്തിയത് എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു. ഞാൻ അനുഭവിച്ചു അത്. എ ഡിവൈൻ ഇൻ്റർഫിയറൻസ്. അവിടെ എല്ലാ അധികാര സ്ഥാനങ്ങളിലും കേരള സെക്രട്ടേറിയറ്റിലും എല്ലാം ദൈവം ഇടപെട്ടത് എനിക്കറിയാം പ്രിയപ്പെട്ടവർ. സത്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് എൻ്റെ ദൈവം എൻ്റെ സമാധാനത്തോടെ നിർത്തിയിരിക്കുന്നു. ഞാൻ അവന് വേണ്ടി ജീവിക്കാൻ ഈ ആയുസ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നന്ദിയുള്ള ഒരു ഹൃദയം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന് പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ നന്ദിയുള്ള ഹൃദയം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടേ? ഞാൻ പറയട്ടെ, നന്ദിയുള്ള ഹൃദയം നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഒരാരംഭം, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ പടക് എന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. നന്ദിയുള്ള ഒരു ഹൃദയം. ദൈവത്തിന് സ്തോത്രം. ദൈവം ചെയ്ത നന്മകൾക്കൊത്തവണ്ണം ദൈവമേ, നിന്നെ സ്തുതിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. ദൈവമേ, സ്തോത്രം. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, നിൻ സ്തുതിയും ഹാലേലിയായും കർത്താവേ ഞാൻ നിർത്തരുതേ. നിൻ സ്തുതിയും ഹാലേലിയായും കർത്താവേ ഞാൻ നിർത്തരുതേ എന്ന്. ദൈവത്തിന് സ്തോത്രം. അത് പിതാക്കന്മാർ പറയുമ്പോൾ വേറൊരു ആഗ്രഹം കൂടി അവർ പറഞ്ഞു. കാരണം, കർത്താവേ, എന്നിൽ പാപമുണ്ടല്ലോ. നീ നീതിയിൽ വിധി ചെയ്യുകയാണെങ്കിൽ, എന്നെ വിധിക്കുകയാണെങ്കിൽ, നീതിയോടെ വിധിക്കുകയാണെങ്കിൽ, ദൈവമേ, നരകമാണ് എൻ്റെ അവകാശം. അതുകൊണ്ട് കർത്താവേ, മനസ്സലിയണമേ, കരുണ ചെയ്യണമേ. കർത്താവേ, എൻ്റെ പാവങ്ങളെ എല്ലാം നീ കഴുകി തരണമേ.
എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് പിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. 103 സങ്കീർത്തനത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്കറിയാം. 103 സങ്കീർത്തനം, അവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്ന ആ കൃതജ്ഞതയുടെ, നന്ദിയുടെ പ്രാർത്ഥന ദൈവത്തിന്. നിങ്ങൾക്ക് എല്ലാവർക്കും മനഃപാഠമായിട്ട് അറിയാവുന്ന ഒരു സങ്കീർത്തനമാണല്ലോ 103 സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. വായിച്ചു കേൾക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. നിന്റെ പാപരോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ ശരീരത്തിലെ രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. എൻ്റെ കർത്താവേ, എന്തോരു നന്ദിയുള്ളൊരു ഹൃദയം. ദൈവത്തിന് സ്തോത്രം. റോമർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഈ ദൈവം എന്നെ തിരഞ്ഞെടുത്ത് എവിടെയാണ് എന്നെ ആക്കിയത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. റോമർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവന്റെ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അതിലൊരാളാണ് ഞാൻ. അവൻ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചു. മുന്നമേ ലോകാരംഭത്തിന് മുമ്പേ അവൻ നിയമിച്ചു. ദൈവത്തിന് സ്തോത്രം. അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള അവൻ്റെ അനുജന്മാരായ അവൻ്റെ സഹോദരന്മാരായി നമ്മെയും എൻ്റെ ദൈവം തിരഞ്ഞെടുത്തു. അവൻ മുന്നറിഞ്ഞവരെ, നമ്മെ എല്ലാവരെയും ലോകസ്ഥാപനത്തിന് മുമ്പേ യേശുക്രിസ്തുവിൽ നിയമിച്ചു. മുന്നറിഞ്ഞു, നിയമിച്ചു, മുന്നമേ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം വായിച്ചു പോയാൽ പോരല്ലോ. നിങ്ങളതൊന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ടിത് ഇതിൻ്റെ ആ വ്യാപ്തിയും ഇതിൻ്റെ ആഴവും ദൈവസ്നേഹത്തിൻ്റെ ആഴവും മനസ്സിലാക്കുന്നുണ്ടോ? ഈ അണ്ടകടഹങ്ങളെ മെനഞ്ഞവനായ എൻ്റെ ദൈവം, ആകാശവും ഭൂമിയും തൻ്റെ സ്തുതികൾ കൊണ്ട് മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ അതിപരിശുദ്ധനായ ദൈവം. 6 ചിറകുള്ള ശ്രോഫേമാലകന്മാർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാലുമൂടി, 2 കൊണ്ട് പറന്നു നിന്നുകൊണ്ട് പരിശുദ്ധനായ ദൈവം, യഹോവയായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് എണ്ണമറ്റ മാലഹമാർ നിന്ന് ആർത്തുപാടി സദാസമയം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതായ എൻ്റെ ദൈവം. ദൈവത്തിൻ്റെ സ്തോത്രം. സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം, തേജോമയനായ ദൈവം. ഈ ദൈവം, ഈ പുഴുവായ എന്നെ, ഇന്ന് ഈ ലോകത്തിൻ്റെ ഒരു കോണിൽ ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന എന്നെ ഈ ദൈവം എന്നെ ലോകാരംഭത്തിന് മുമ്പേ കണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ഒന്നുകൂടെ നമുക്ക് ആ വായിക്കാം. റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാണെന്നാണ് നമ്മെ നിയമിച്ചത്. യേശുവിൻ്റെ സ്വരൂപം, ആ സ്വഭാവം, ആ സ്വരൂപം ഞാനും പ്രാപിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത്. ആ സ്വരൂപവും സാദൃശ്യവും എനിക്ക് നഷ്ടപ്പെട്ടു. അത് പാപം വന്നപ്പോൾ നഷ്ടപ്പെട്ടതാണ്. ഞാൻ ഈ ലോകത്തിലെ കാലഗതിക്കനുസരിച്ച്, ലോകത്തിലെ പാഠങ്ങൾക്കൊത്തവണ്ണം ഞാൻ അശുദ്ധിയിലും വേണ്ടാതനത്തിലും പാപത്തിലും ജീവിച്ചു പോയി. കർത്താവേ, ഞാൻ നിൻ്റെ ആ സ്വരൂപം നഷ്ടപ്പെടുത്തി, നിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുത്തി. ഞാൻ പിശാചിൻ്റെ സ്വഭാവം ധരിച്ചു, സാത്താൻ്റെ പ്രകൃതനിൽ വന്നുപോയി. എൻ്റെ ദൈവമേ, നിനക്ക് ഇഷ്ടമില്ലാത്ത പ്രകൃതങ്ങളും സ്വഭാവങ്ങളും പ്രവൃത്തികളും വാക്കുകളും എന്നിൽ വന്നുപോയി. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. അങ്ങനെ ദൈവമേ, നിൻ്റെ ആ സ്വഭാവം മാറ്റിയിട്ട് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം എനിക്ക് തരുവാൻ വേണ്ടിയാണ് അവൻ എന്നെ തിരഞ്ഞെടുത്തത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മുന്നറിഞ്ഞു, നിയമിച്ചു, വിളിച്ചു, തേജസ്കരിച്ചു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, ഇതെല്ലാം ദൈവം എന്നിൽ നിറവേറ്റി കഴിഞ്ഞു.
ദൈവം തേജസ്കരണത്തിൻ്റെ പാതയിൽ കൂടെ നമ്മെ ഓരോരുത്തരെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങളെ കഴുകുവാൻ, നിങ്ങളെ തേജസ്കരിക്കുവാനാണ് ദൈവം വചനം തരുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ വചനം കേൾക്കുവാനിടയാകുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടാണ്, നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിലൊക്കെ ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കാണാം. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം, നമ്മുടെ കരുണയുടെ കർത്താവ് എന്താണ് പറഞ്ഞത്? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 39-40 വാക്യങ്ങൾ. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, പിതാവാൻ ദൈവം, എൻ്റെ പിതാവ് എന്നെ കുറേ ആൾക്കാരെ, കുറേ വ്യക്തികളെ ഏൽപ്പിച്ചു, കുറേ പേര് എന്നെ ഏൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ ഏൽപ്പിച്ചു. എനിക്ക് തന്നതിൽ പ്രിയപ്പെട്ടവരെ, അതിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ ദൈവം എന്നെ ഏൽപ്പിച്ചു, പിതാവ് എന്നെ ഏൽപ്പിച്ചു. എന്തിന്? അവൻ്റെ സ്വരൂപവും സ്വഭാവവും അവൻ്റെ ആ പ്രകൃതവും അവൻ്റെ ആളത്വവും എനിക്ക് തരുവാൻ, യേശുവിനെ പോലെ എന്നെ ആക്കുവാൻ. എൻ്റെ പ്രകൃതം മാറ്റി, എൻ്റെ പഴയ പ്രകൃതം മാറ്റി യേശുവിനെ പോലെ ആക്കുവാൻ യേശുവിൻ്റെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു. ഇപ്പോൾ കർത്താവ് അവിടെ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പറയുന്നത്? അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ നഷ്ടമാക്കാതെ എല്ലാം ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം. ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. ഓ എൻ്റെ ദൈവമേ, ഈ വചനം കേൾക്കുന്ന നിങ്ങളെയും എന്നെയും ഒടുക്കത്തെ നാളിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം. തൻ്റെ വിശുദ്ധന്മാരോടൊത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗരാജ്യത്തിലിരുത്തണമെന്നാണ് എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം. അന്ന് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അന്ന് നാം പുതിയ സൃഷ്ടിയാകും, യേശുവിനെ പോലെ ആകും, യേശുവിൻ്റെ സ്വഭാവം പ്രാപിക്കും, യേശുവിൻ്റെ സാദൃശ്യം പ്രാപിക്കും, യേശുവിൻ്റെ തേജസ് പ്രാപിക്കും, യേശുവിൻ്റെ കൂടെ നാം ആയിരിക്കും. സകല വിശുദ്ധന്മാരോടും കൂടെ അന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നീട് ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ജീവനോടെ ശേഷിക്കുന്ന സമയത്താണ് കർത്താവ് വരുന്നതെങ്കിൽ, ഇന്ന് എൻ്റെ കർത്താവ് വരികയാണെങ്കിൽ, ഇന്ന് ഞാൻ ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ, ഇന്ന് യേശുവിനുള്ള നിദ്രയിലുള്ള പ്രത്യാശയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, യേശു എൻ്റെ ചങ്കിനകത്തുണ്ടെങ്കിൽ, ഇന്ന് എൻ്റെ യേശു വന്നാൽ എൻ്റെ ദൈവമേ, ഞാൻ കർത്താവിൻ്റെ വിശുദ്ധന്മാരെല്ലാം അങ്ങ് ചടുചടെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എന്നെ അവരോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മധ്യാകാശത്തൊരു മാനിപ്പന്തലിൽ മഹാസമ്മേളനം നടക്കും. അന്ന് ഞാനും അവിടെ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ പൊന്മുഖം കാണുവാൻ അന്ന് എനിക്ക് ദൈവം കൃപ തരും. ഞാൻ അന്ന് അവൻ്റെ പൊന്മുഖം കാണും. വിശുദ്ധിയിൽ ദൈവത്തിൻ്റെ മുഖം കാണും, ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അടുത്തൊരു വാക്യം കൂടെ നമുക്ക് വായിക്കണം. 6-ാം അധ്യായം 40-ാം വാക്യം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആരാണ് കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത്? പുത്രനെ നോക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ ലോകയാത്രയിൽ നോക്കുവാൻ പുത്രൻ കർത്താവായ യേശുക്രിസ്തു മാത്രം, ക്രൂശിക്കപ്പെട്ട യേശു മാത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പുത്രനെ നോക്കിക്കൊണ്ട്, ക്രൂശിക്കപ്പെട്ട യേശുവിനെ വരച്ചു കാണിക്കുമ്പോൾ അവനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും, അവൻ എനിക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ, അതിൽ വിശ്വസിച്ചുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. നിത്യജീവൻ ഉണ്ടാകുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഒരാളെ വിശ്വസിച്ചാൽ മതി. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു,
ജീവരക്തം എനിക്ക് വേണ്ടി അവൻ ഊറ്റിത്തന്നു. ആ പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അതെൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, പിതാവിൻ്റെ ഇഷ്ടമാണ്. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശു ക്രിസ്തു അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശുവിനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയൊരു ദൈവം നമുക്ക് തന്നു. ദൈവമക്കളെ, നമുക്ക് ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം. നിങ്ങൾ ഈ വലിയേറിയ തെരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ വിലയേറിയ മുൻ നിയമനം, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ച വിധം, ദൈവമേ പിതാവാ ദൈവം എന്നെ തിരഞ്ഞെടുത്തു, നിത്യജീവന് വേണ്ടി തിരഞ്ഞെടുത്തു, യേശുവിൻ്റെ ഛായ തരുവാൻ തിരഞ്ഞെടുത്തു. നിത്യസ്വർഗത്തിൽ യേശുവിനോടുകൂടെ തൻ്റെ പ്രിയ മക്കളോടുകൂടെ സ്വർഗീയ മാലാഹമാരോടുകൂടെ അവൻ ആരാധിപ്പാൻ തക്കവണ്ണം എന്നെ വലിയൊരു സ്ഥാനത്തേക്ക് എൻ്റെ ദൈവം തിരഞ്ഞെടുത്തു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമേ, ഈ വലിയ സ്നേഹം കർത്താവേ നിൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും ലഭിക്കുമല്ലോ. ക്രൂസിലേക്ക് നോക്കൂ ദൈവമക്കളെ, ഇപ്പോൾ നമുക്ക് അവകാശം പ്രാപിക്കാമെന്നാണ് പറയുന്നത്. അവനെ നോക്കിക്കൊണ്ട് പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനം ഉണ്ടാകണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ തലകളെയെല്ലാം ഒന്ന് വണങ്ങി കർത്താവിനോടൊരു വാക്ക് പറയാം. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷക, ഇപ്പോൾ നീ എൻ്റെ അടുക്കൽ വചനമായി വന്നിരിക്കുന്നല്ലോ. കർത്താവേ, നിൻ്റെ തൃപ്പാദത്തിലേക്ക് ഞാൻ വീഴട്ടെ. എൻ്റെ തന്നത്തെ സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ ആളത്തെ മുഴുവനായി സമർപ്പിക്കുന്നു. എൻ്റെ സകല പാപങ്ങളും ഞാൻ ഇറക്കി വെക്കുന്നു. എൻ്റെ ആളത്തെ ഞാൻ മുഴുവനായി ഇറക്കി വെക്കുന്നു. എനിക്ക് തന്നതെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ എന്നെ പൊന്നുപാദം കെട്ടിപ്പിടിച്ച് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷക, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, എൻ്റെ ചങ്കിലേക്ക് എഴുന്നള്ളി വരണമേ. രാജാതിരാജാവായി വന്ന് വാഴണമേ. നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ട എല്ലാ മക്കളെയും എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണമേ. അടികളെല്ലാവരെയും നിന്റെ നിത്യജീവൻ്റെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കണമേ. ദൈവമേ, ഉയർത്തന്നേപ്പിന് അവസാനത്തെ ഉയർത്തന്നേപ്പിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു പിതാവേ. കൃപയോടെ കേട്ട് ഉത്തരം അള്ളുമാറാകണമേ. ആമേൻ.